ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കിനി അധിക സമയമില്ല, ഒരു 19 ദിവസമാണ്, കൂടിപ്പോയാൽ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുവരെ ഉള്ള 2022-23 കാലഘട്ടങ്ങളിൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതുണ്ട്. അത് അനുബന്ധ വിവരങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് 10th പ്രിലിമിനറിയുടെ 1ാം ഘട്ടത്തിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 15/5/2022 നടന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? അഭിനവ് ബിന്ദ്ര, കർണം മല്ലേശ്വരി, നീരജ് ചോപ്ര, സുശീൽ ശർമ്മ. ആരാണ്? നീരജ് ചോപ്രയാണ് ആൻസർ. ഇതിൻ്റെ അനുബന്ധ വസ്തുതകൾ നോക്കാം. നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം ഹരിയാനയാണ്. നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയ ഇനം ജാവലിയൻ ത്രോ. 87.58 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇനി അഭിനവ് ബിന്ദ്രയെക്കുറിച്ച് നോക്കാം. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. എന്തിലായിരുന്നു? ഷൂട്ടിംഗ്. പിന്നെ കർണം മല്ലേശ്വരി, ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ മെഡൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് കർണം മല്ലേശ്വരി. എത്രാമത് ഒളിമ്പിക്സ് ആണ് 2020 ടോക്കിയോയിൽ നടന്നത്? 32ാമത്തെ ഒളിമ്പിക്സ് ആണ്. ഇതിൽ നമുക്ക് ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 7 മെഡലുകൾ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് ആകെ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം. ഇങ്ങനെയാണ് 7 മെഡലുകൾ നമുക്ക് ഇന്ത്യക്ക് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? 2018, 2019, 2020, 2021. എപ്പോഴാണ്? 2019. ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ വിഭജന നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. നിയമസഭയോടു കൂടിയ ജമ്മു കാശ്മീർ എന്നും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്നും. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ വിഭജന ബിൽ ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9 ഈ ഡേറ്റൊക്കെ ഓർമ്മ വേണം. ആദ്യം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5 ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6, തൊട്ടടുത്ത ദിവസമാണ്. അതിനുശേഷം വരുന്നത് 9 ഡേറ്റ്. 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 370 റദ്ദാക്കി. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന 35A അനുച്ഛേദവും ഇതോടൊപ്പം റദ്ദാക്കിയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? സക്കറിയ, ബെന്യാമിൻ, M. മുകുന്ദൻ, P. വത്സല. ആരാണ്? P. വത്സലയ്ക്കാണ് ലഭിച്ചത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993 എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്നറിയോ? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. P. വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. 1 നെല്ല്, പോക്കുവെയിൽ പൊൻവെയിൽ, തകർച്ച. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. P. വത്സലയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ബെന്യാമിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആടുജീവിതം, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ശരീരശാസ്ത്രം, മുല്ലപ്പൂ നിറമുള്ള
പകലുകൾ, ഒറ്റമരത്തണൽ. എം മുകുന്ദൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, കേശവൻ്റെ വിലാപങ്ങൾ, പ്രവാസം, ഡൽഹി ഗാഥകൾ. ഇവയൊക്കെയാണ് എം മുകുന്ദൻ്റെ പ്രധാന കൃതികൾ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭാ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 13, 14, 15, 16. എത്രാമത്തെയാണ്? 15ാമത്തെയാണ്. കേരളത്തിൽ 2021 നടന്നത് 16ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം ഏതായിരുന്നു? അത് 1965 15ാം കേരള നിയമസഭയിലെ പ്രോം ടൈം സ്പീക്കർ എന്നറിയപ്പെടുന്നത് PTA റഹീമാണ്. 15ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ശൈലജ ടീച്ചറായിരുന്നു. നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് ശൈലജ ടീച്ചർ. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള കേരള നിയമസഭ 15ാം നിയമസഭയാണ്. 12 പേരായിരുന്നു. 15ാം കേരള നിയമസഭയിൽ വനിതാ മന്ത്രിമാർ 3: വീണ ജോർജ്, ചിഞ്ചു റാണി, ആർ ബിന്ദു. ഈ 3 പേരായിരുന്നു വനിതാ മന്ത്രിമാർ. 15ാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രി വീണ ജോർജാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? GSAT-11, EOS-04, CMS-01, EMISAT. ഏതാണ്? EOS-04 ആണ്. 2022 ISROയുടെ ആദ്യ ദൗത്യമാണ് കൃഷി, വനം, തോട്ടം, മണ്ണിൻ്റെ ഈർപ്പം, ജലശാസ്ത്രം, ഫ്ലഡ് മാപ്പിംഗ് തുടങ്ങിയവയ്ക്കായി ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ വാഹനം PSLV-52. വിക്ഷേപിച്ച വർഷം 2022 ഫെബ്രുവരി 14 EOS-4ൻ്റെ മറ്റൊരു പേര് RISAT-1A. ഇതോടൊപ്പം വിക്ഷേപിച്ച മറ്റ് ഉപഗ്രഹങ്ങൾ INSPIRE-SAT-1 ഇന്ത്യയും USA-യും ചേർന്ന്, INS-2 ചേർന്നത് ഇന്ത്യയും ഭൂട്ടാനും ചേർന്നാണ്. ISRO ചെയർമാനായ മലയാളികൾ ആരൊക്കെയാണ് നോക്കാം. MGK മേനോൻ 1, രണ്ടാമത്തേതാരാ? K കസ്തൂരിരംഗൻ, മൂന്നാമതായി വന്നത് G മാധവൻ നായർ, നാലാമത്തത് K രാധാകൃഷ്ണൻ, 5 S സോമനാഥ്. ഇവരൊക്കെയാണ് മലയാളികളായ ISRO ചെയർമാൻമാർ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, നന്നായി പഠിക്കുക. ഇതുപോലെ അനുബന്ധ വസ്തുതകൾ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ചിലർ പറഞ്ഞിരുന്നു ചേച്ചി പറയുമ്പം അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി പറഞ്ഞ ഒരു ഉപകാരമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇത്രയും ക്ലാസ് സമയം എടുക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതല്ല അനുബന്ധ വിവരങ്ങൾ വേണ്ടാന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.